NTPCയിലെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിൽ ഏത് പോസ്റ്റാണ് ദ ബെസ്റ്റ് പോസ്റ്റ് ഫോർ ഗേൾസ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും ഉചിതമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ RRB-NTPC നമുക്ക് 2025-26 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്, അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് വരികയാണ്. November 2027 എന്നീ 2 ദിവസങ്ങളിലാണ് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പം ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഏത് പോസ്റ്റാണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാ പോസ്റ്റുകളും ഏറ്റവും നല്ലതാണ്. ഹൈലി റെപ്യൂട്ടായിട്ട് വരുന്ന പോസ്റ്റുകൾ തന്നെയാണ് ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. അതിൽ നമ്മൾ ഗേൾസിന് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഗേൾസിന് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്ന കുറച്ച് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇനി അതായത് ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ചില ഗേൾസിന് ഒരു ഡ്രീം ഉണ്ടായിരിക്കും, അതായത് ഇന്ന പോസ്റ്റിലേക്ക് ഞാൻ എത്തണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഗ്രാജുവേറ്റ് ലെവലിൽ ആവുമ്പോൾ നമുക്കറിയാമല്ലോ 33 വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ. അതുപോലെ തന്നെ എനി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 3 ലെവലുകളാണ് വരുന്നത്: ലെവൽ 4, ലെവൽ 5, ലെവൽ 6. ലെവൽ 4 വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് ആണ്. ഇത് സാധാരണ സദേൺ റെയിൽവേയിലൊന്നും നമുക്ക് കാണാറില്ല. നോർത്തേണിലൊക്കെ പോയാലാണ് ഈ ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് പൊതുവെ കാണുന്നത്. പിന്നെ വരുന്നത് ലെവൽ 5 ആണ്. ലെവൽ 5 ട്രെയിൻ മാനേജർ, അതായത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് ടൈപ്പിസ്റ്റ്, ഇതുപോലുള്ള പോസ്റ്റുകളാണ് നമുക്ക് ഈ പറയുന്ന ലെവൽ 5 വരിക. ലെവൽ 6 ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഇവിടെ സാലറി പറഞ്ഞാൽ തന്നെ ലെവൽ 4 സാലറി എന്ന് പറയുന്നത് 25,500 രൂപയാണ് നമുക്ക് ബേസിക് സാലറി വരിക. ലെവൽ 5 29,200 രൂപയാണ് നമുക്ക് ബേസിക് പേ വരുന്നത്. ലെവൽ 6 35,400 രൂപയാണ്. അപ്പം സാലറിയുടെ കാര്യത്തിലും ചില്ലറക്കാരൊന്നും അല്ലല്ല ഈ പോസ്റ്റ്. അപ്പോൾ നമുക്കിതിൽ ഏത് പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏത് RRB ആണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അവിടെ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ ലെവൽ ആണോ റെക്കോർഡായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, അത് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതില് ഈ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഫോർ ഗേൾസ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാനിപ്പോ പറയാൻ പോകുന്ന പോസ്റ്റുകൾ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസിനും വളരെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന പോസ്റ്റ് തന്നെയാണ്. അതിൽ കുറച്ചും കൂടി നമുക്ക് പറയാം ഗേൾസിന് കുറച്ചും കൂടി നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഇതില് കുറെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ലെവൽ 6 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്ത് അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുക. ഓക്കെ, ഇനി ബാക്കി കുറച്ച് കുട്ടികളുണ്ടാവും. ഇപ്പൊ മാരിഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ അൺമാരിഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അതായത് പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇവർക്ക് ഇപ്പൊ മാരിഡ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇന്നത്തെ ജോലിക്ക് ഒരുപാട് ദൂരം ഒന്നും അവർക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഏറ്റവും കഴിവത് ഹോം RRBയിൽ വീട്ടിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു, അതായത് ഒരു 9 to 5 PM വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എത്തിപ്പെടാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ജോലിയാണ് കിട്ടുന്നതെങ്കിൽ അവർ ഭയങ്കര സന്തുഷ്ടമാണ് അല്ലെ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ദൂരോട്ടുള്ള നമുക്ക് ഈ പറയുന്ന പോസ്റ്റിങ്ങിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പോവേണ്ടതായിട്ട് വരും. എന്നാലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഏറ്റവും അടുത്ത് വരുന്ന അല്ലെങ്കിൽ അടുത്ത് കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, പോസ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് അതില് ഇപ്പോ ഹോം RRB, ഇപ്പൊ മാരിഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഹോം RRB കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. ദൂരോട്ട് പോയി വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് RRB വേണമെങ്കിലും ചൂസ് ചെയ്യാം. അടുത്തൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹോം RRB ചൂസ് ചെയ്യാം.
ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ട്രിവാൻഡ്രം RRB ആണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ ട്രിവാൻഡ്രം RRBയുടെ അണ്ടറിൽ ഏതൊക്കെ പോസ്റ്റുകൾ വരുന്നുണ്ടെന്ന് നോക്കുക. അതിൽ ഏറ്റവും എന്താണ് നമുക്ക് പറ്റുന്ന രീതിക്കുള്ള പോസ്റ്റുകൾ നമുക്ക് അവിടെ ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതില് ഇപ്പൊ ലെവൽ 4 ഞാൻ പറഞ്ഞു, നോർത്തേൺ ആയിട്ട് വരുന്ന റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ലെവൽ 4 നമ്മൾ കണ്ടുവരുന്നത്. അതില് നമുക്ക് പിന്നെ പറയുന്നത് ലെവൽ 5 ആണ്. ലെവൽ 5 നമുക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, നമുക്ക് ഇതില് ഇപ്പൊ ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഫസ്റ്റ് അല്ലെ പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി പറയില്ല. കാരണം അതൊരു എന്താണ്, ട്രാവലിംഗ് വരുന്ന ഒരു ജോബാണ്. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് വരുന്ന ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജോബാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 to 11 hours ഒക്കെ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞായിരിക്കും അടുത്ത ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ആ ട്രെയിൻ മാനേജർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ കിലോമീറ്റർ അലവൻസും കാര്യങ്ങളും എക്സ്ട്രാ അലവൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം ഒട്ടും തന്നെ അറിയാൻ പാടില്ലാത്ത ഒരു സ്റ്റേഷനിലേക്കാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. രാത്രിയൊക്കെ വരുന്ന ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ട്രെയിൻ മാനേജർ നമുക്ക് ഈ പറയുന്ന ഒരു സേഫ് ജോബ് ആയിട്ടുള്ള രീതിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നതാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും. ഈ രണ്ട് ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റിന് തുല്യമായിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നമുക്ക് മെയിൻലി വരുന്ന പോസ്റ്റുകളാണ് ഇത് രണ്ടും. ഇത് ഇന്റേണൽ ആയിട്ട്, അതായത് റെയിൽവേയുടെ ഇന്റേണൽ ആയിട്ട് വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ഇത് ഒരു 9 to 5 ജോബാണ്. നമുക്ക് ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്കൊരു 9 മണിക്ക് വന്നിട്ട് 5 മണിക്ക് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇന്റേണൽ റെയിൽവേ ഇന്റേണലിൽ വരുന്ന ഒരു ജോബാണ്. ഇവിടെ കൂടുതലും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയിരുന്നാലും ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് ആണെന്നെങ്കിലും നമുക്ക് ഈ പറയുന്ന ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടെ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്ലറിക്കൽ വർക്കാണ് അവിടെ വരിക. അതായത് ഫിനാൻസും കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക, അതിന്റെയൊക്കെ ഡേറ്റ എൻട്രി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിൽ അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡ്യൂട്ടി ആണ് വരിക. ഓക്കെ, ഫിക്സഡ് ഡ്യൂട്ടി ആണ്. അതുപോലെ ടൈം ആയിരുന്നാലും ഫിക്സഡ് ഡ്യൂട്ടി അവേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എന്താണ്, ഓഫീസ് ബേസ്ഡ് ആയിട്ട് വരുന്ന പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ഇപ്പോൾ ഹോം RRB നിങ്ങളിപ്പോൾ ട്രിവാൻഡ്രം RRB കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏത് സ്റ്റേഷനിലാണോ ആ ഒരു എന്താണ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഓഫീസ് ഡ്യൂട്ടി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ട്രിവാൻഡ്രം ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേ അറിയാം, നമുക്ക് തിരുനെൽവേലിയിലേക്ക് ഈ പറയുന്ന ട്രിവാൻഡ്രം ഡിവിഷൻ ഉണ്ടല്ലോ വരുന്നതാണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടും. പക്ഷേ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിൽ നമുക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊമോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് സാലറിയും നിങ്ങൾ നോക്കിയാൽ മതി. ഇത് രണ്ട് പോസ്റ്റുകൾക്കും സാലറി എന്ന് പറയുന്നത് ഏകദേശം 50+ നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന 50K പ്ലസ് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിപ്പോൾ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫയൽസ് എന്താണ് എൻട്രി ചെയ്യുക, അതുപോലെ ഡേറ്റ എൻട്രി കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ എന്താണ്, പ്രൊമോഷൻ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ റെഗുലർ ടൈമിംഗ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ഒരു 9 to 5 വരുന്ന ഒരു ജോബാണ്. ക്ലറിക്കൽ ടൈപ്പ് വരുന്ന ഒരു ജോബാണ്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു റെസ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ജോബ് കൂടിയാണ്. നമുക്ക് ഇപ്പൊ ഏത് ജോബ് ആയിരുന്നാലും നമുക്ക് റെസ്പെക്റ്റഡ് ജോബ് തന്നെയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ്. ഇപ്പം ഗേൾസ് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പോസ്റ്റുകൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. ഏതാണ്, ഗ്രാജുവേറ്റ് ലെവൽ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കാം. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷൻ ആയിരിക്കും, ഒരു സ്റ്റേഷന്റെ കൺട്രോൾ ആണ് സ്റ്റേഷൻ മാസ്റ്ററിന് വരിക. അവിടെ നമുക്ക് ഈ പറയുന്നത് 60K+ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഒരു റിസ്ക് എലമെന്റ് വരുന്നൊരു ജോലി തന്നെയാണ് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ. എന്നാലും നമ്മളൊരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അത്രയും റെപ്യൂട്ടഡ് ആയിട്ട് വരും. നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മളൊരു റെയിൽവേ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. എല്ലാവർക്കും ഒന്നും അറിയില്ല ഈ പറയുന്ന
സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഒരു പോസ്റ്റ് അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല. പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഒക്കെ ഇപ്പൊ നമ്മൾ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അല്ലാതെ ഒരു നോർമലായിട്ട് എക്സാം പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു ആളോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ മാനേജർ എന്നൊരു പോസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർ എപ്പോഴും സുപരിചിതമായിട്ട് ഒരു പേര് തന്നെയാണത്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾക്ക് തേർഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാം. അവിടെ നമ്മൾ നോക്കേണ്ടത് ഐ ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഐ വിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്ററോടെ പ്രിഫർ ചെയ്ത് മൂന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കാം. ഇനി ഐ പ്രിഫറൻസ് ഒക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലാസ്റ്റിലേക്ക് വെക്കാൻ പറ്റും. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും ഈ പറയുന്ന ഐ ഡിഫക്റ്റ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമായിട്ട് വരിക. ഒരു പരിധി വരെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. അതും നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഹൈലി റെപ്യൂട്ടഡ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റ് ആണ്. അവിടെയും നമുക്കൊരു 65+ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് റിസ്കി എലമെന്റ്സ് ഉള്ള പോസ്റ്റുകൾ തന്നെയാണ്. ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നാലും സ്റ്റേഷൻ മാസ്റ്ററും നമുക്ക് ഈ പറയുന്ന റിസ്ക് എലമെന്റ്സ് ഉള്ളത് തന്നെയാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും ഈ പറയുന്ന കുറച്ച് റിസ്ക് കാര്യങ്ങളുള്ളതാണ്. പിന്നെ അതിനുശേഷം ട്രെയിൻ മാനേജർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോ നമുക്ക് കേൾക്കാത്ത ഒരു സ്റ്റേഷനിലൊക്കെ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നും കുഴപ്പമില്ലാത്തവർക്ക് അത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള സാലറി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അറൌണ്ട് ഒരു 80+ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ട്രെയിൻ മാനേജർ വരുമ്പോൾ. അപ്പം ഈ ഒരു പ്രിഫറൻസ് ഒന്ന് ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾ കൊടുത്തു നോക്കൂ. അതായത് നിങ്ങളിപ്പോൾ അടുത്തൊക്കെയാണ് അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയാം. അതായത് നമ്മുടെ +2 ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കൊടുക്കാൻ സാധിക്കും. +2 എബോവ് ക്വാളിഫിക്കേഷൻ, അതായത് +2 പാസ്സായിരിക്കുന്നവർക്കും അതിന് എബോവ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് കൊടുക്കാൻ സാധിക്കും. അവിടെ 2 ലെവലാണ് നമുക്ക് ഇത് വരുന്നത്, അതായത് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ലെവൽ 2ഉം ലെവൽ 3ഉം. ലെവൽ 2വിനകത്ത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അതുപോലെ ട്രെയിൻസ് ക്ലർക്കും വരുന്നുണ്ട്. ലെവൽ 3 ആണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ആദ്യം ഏത് പ്രിഫറൻസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കാം. അതിനുശേഷം മാത്രം ട്രെയിൻസ് ക്ലർക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലെവൽ 5 പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലറിക്കൽ ജോബാണ് അവിടെ വരിക. അത് ഒരു ഇന്റേണലി വരുന്ന ഒരു ഇതാണ്. അക്കൗണ്ട്സ് ആയാലും ജൂനിയർ ക്ലർക്ക് ആയിരുന്നാലും നമുക്ക് ഇന്റേണലി വരുന്ന ഒരു ഓപ്പറേഷനും കാര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ ഓഫീസ് ടൈമിംഗ് ആയിരിക്കും അവിടെ വരുന്നത്. സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഒരു എന്താ പറയാ, നമുക്ക് നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഫീൽഡ് ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പോൾ വരിക, ഓഫീസിൽ വരിക, ജോലി ചെയ്യുക, വൈകിട്ട് ആവുമ്പോൾ തിരിച്ചു പോവുക. ഇതാണ് നമുക്ക് ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുമ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അവിടെ അക്കൗണ്ട്സും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നത്. അതൊരു ക്ലറിക്കൽ ടൈപ്പ് തന്നെയാണ് അവിടുത്തേത്. പോസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. ലീവ് ഫെസിലിറ്റി ആയിരുന്നാലും എല്ലാത്തിനും ലീവ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ചില പോസ്റ്റുകൾക്ക് ലീവ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും അത് മാക്സിമം ചിലപ്പോൾ ചില റിസ്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 24/7 അവേഴ്സും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കേണ്ട കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ട്രാജഡി അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഈ പറയുന്ന ഒരു ടൈമിലേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അവിടെ ചിലപ്പോൾ അവർക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ 2 പോസ്റ്റുകൾക്ക് നമുക്ക് ഈ പറയുന്ന ഡ്യൂട്ടി അവേഴ്സ് ആയിരുന്നാലും ഇൻഡോർ ആയിട്ട് വരുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസിൽ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, എൻക്വയറിയിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഇല്ലേ, അതാണ്
അതായത് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരാള്, അതാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇനി ഇവരിൽ എൻക്വയറിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, ടി ആയിട്ട് പോകുന്നവരുണ്ടാവും. ഇതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് വരും. അതിന് അണ്ടറിൽ വരുന്ന ഇതിൽ നമുക്ക് ഒരു എന്താണ് ടിയുടെ പോസ്റ്റിലേക്ക് വരാം, ഗുഡ്സിന്റെ എൻക്വയറി അല്ലെങ്കിൽ പാഴ്സലിന്റെ എൻക്വയറി സ്റ്റാഫായിട്ട് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ ആ ഒരു അണ്ടറിൽ വരുന്നത്, അല്ലെങ്കിൽ ലെവൽ 3 അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇത് പബ്ലിക് ഡീലിംഗ് ആണ് വരുന്നത്. നമ്മൾ കസ്റ്റമർ സർവീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് എന്താണ് ഇടപഴകുകയാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വരിക. ഇതൊരു ക്ലർക്കൽ ജോലി തന്നെയാണ്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഒരു ഓഫീസ് അവേഴ്സ് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന CTC എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലെവൽ 2 വരുന്ന സാലറി എന്ന് പറയുന്നത് 19,900 ആണ് വരുന്നത്. അതായത് ബേസിക് പേ 19,900 രൂപയും ലെവൽ 3 വരുമ്പോൾ 21,700 രൂപയാണ് അവിടെ ആ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ അത്യാവശ്യം നല്ല സാലറി തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും കൂടി തന്നെയാണ് ലെവൽ 2 ലെവൽ 3 വരിക. ഓക്കെ, ലാസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് കൊടുക്കുക. ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടലി നമ്മുടെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ട്രെയിനിന്റെ എൻട്രി എക്സിറ്റ് ഒക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ട്രെയിൻസ് ക്ലർക്കിന്റെ ഒരു ജോബ് വരിക. അതുപോലെ തന്നെ ഐ സ്റ്റാൻഡേർഡ് അവിടെ മസ്റ്റ് ആയിട്ടും അവർ കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനായിരുന്നാലും ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റിനായിരുന്നാലും അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റിനായിരുന്നാലും ഐ വിഷൻ എന്താണ് വളരെയധികം അവർ നോക്കത്തില്ല. എന്നാലും അവർ പറയുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ അല്ലെങ്കിൽ ട്രെയിൻസ് ക്ലർക്ക് വരുന്ന പോലെ അത്രയും ഹൈ ആയിട്ടുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യത്തില്ല. നമുക്ക് ഒരുവിധം കാഴ്ച ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന എന്താണ് ഗേൾസിന് ഏറ്റവും സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ. ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. ഇനി നിങ്ങൾക്ക് അതായത് ഒരു ഡ്രീം ഉണ്ടായിരിക്കുമല്ലോ, ഇപ്പൊ എനിക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആവണം, അങ്ങനെ ഡ്രീം ഉള്ളവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സേഫ് ജോബ് എന്നുള്ള രീതിക്കാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിൽ ഏത് ജോലി ആയിരുന്നാലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എത്രയാണ്? 2 ടൈപ്പ് ഓഫ് എക്സാംസ് നമ്മളോട് കൊടുക്കണം. CBT 1 എക്സാമും CBT 2 എക്സാമും. ഓക്കെ, CBT 1 എക്സാം ആകുമ്പോൾ 3 സബ്ജക്റ്റ് ആണുള്ളത്. CBT 2 ആയിരുന്നാൽ ഈ സെയിം 3 സബ്ജക്റ്റ് തന്നെയാണ്. CBT 1 മാത്സ് ഉണ്ട്, 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അതുപോലെ റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്കാണ് കേട്ടോ. അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് CBT 1 വരിക. ഈ സെയിം തന്നെയാണ് നമുക്ക് CBT 2 വരുന്നത്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണാം. ചാനലിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സിലബസിന്റെ കാര്യമായിരുന്നാലും അതുപോലെ തന്നെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് സോണാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്തോളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ CBT 1 വരുന്നത്. ഇനി പിന്നെ പറയുന്നത് നമുക്ക് CBT 2 ആണ്. സെയിം സബ്ജക്ട് തന്നെയാണ്. അവിടെ മാർക്കുകളിൽ മാത്രം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ജസ്റ്റ് ഒരു എന്താ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരിക. CBT 1 90 മിനിറ്റ്സിനാണ്, CBT 2 90 മിനിറ്റ്സിനാണ്. മാത്സ് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്, റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് 120 മാർക്കിനാണ് നമുക്ക് CBT 2 വരിക. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ചില പോസ്റ്റുകൾക്കൊന്നും CBT 2 കഴിഞ്ഞാൽ നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലിലോട്ടാണ് പോകുന്നത്. ചില പോസ്റ്റുകൾ അടുത്തൊരു ടെസ്റ്റും കൂടെ പാസ്സാവേണ്ടതുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പിംഗ് ടെസ്റ്റും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. അതായത് ഇപ്പോ ഈ ഒരു പോസ്റ്റ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റ് ഒക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് പാസ്സാവേണ്ടതായിട്ട് വരും. മൂന്നാമത്തത് ഇനി സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ CBAT എന്ന് പറയുന്ന ഒരു എന്താണ് പ്രോസസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൂന്നാമത്തെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ പാസ്സാവേണ്ടതായിട്ട് വരും. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും CBT 2 പാസ്സായാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നേരെ DV-യിലേക്കും മെഡിക്കലിലേക്കൊക്കെ പോവാവുന്നതാണ്. ഓക്കെ, അപ്പൊ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജേർണി തന്നെയാണ് റെയിൽവേ എക്സാം എന്ന് പറയുന്നത്. ആകെ 3 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി, ബോത്ത് CBT 1 ആൻഡ് CBT 2. അപ്പൊ അത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക നോക്കുക. എന്താണ് ഒരുപാട് റിക്രൂട്ട്മെന്റിൽ ഒരുപാട് തന്നെ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരു സംഭവമാണ് റെയിൽവേ എക്സാംസ്.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രം ചെയ്താൽ മതി. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അതിന്റെ ഒരു തേർഡ് കേസ് ഉണ്ടെങ്കിൽ മാത്രം പോവുക. അതായത് ഇപ്പൊ CBATയോ ടൈപ്പിംഗ് ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയില്ല. അതും നമുക്ക് ക്വാളിഫയിങ് നേച്ചറിൽ വരുന്ന സാധനം തന്നെയാണ്. ഓക്കെ, അത് നേരെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വലിയ കടമ്പ എന്ന് പറയുന്നത് മെഡിക്കൽ ആണ് നമുക്ക് വലിയ കടമ്പ വരുന്നത്. അതിൽ നിങ്ങൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പോസ്റ്റിന് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് ചെയ്യുക. ഇപ്പോ വലുതായിട്ട് കാഴ്ച പ്രശ്നം വരുന്നത് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്ററോ ഗുഡ്സ് ട്രെയിൻ മാനേജറോ ട്രെയിൻസ് ക്ലർക്കോ ഒക്കെ കൊടുക്കുന്നവർക്കാണ് എത്രയും പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താണ് അപ്ലൈ ചെയ്യാനുള്ള കേസ് നമുക്ക് ബാക്കിയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പ്രിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഈ 3 പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രം. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് നോക്കണമെന്നില്ല. നമുക്ക് സാധാരണ ഒരു കാഴ്ച ഉള്ള ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സാമിനത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആയിരുന്നാലും സെയിം എക്സാം പാറ്റേൺ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ 2 എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ പഠനത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻട്രി നിങ്ങൾക്കായിട്ടൊരു സൂപ്പർ 30 ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ആൻഡ് ബോത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ 30 ബാച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ബാച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഈ സൂപ്പർ 30 ബാച്ച് എന്താണ്? സൂപ്പർ 30 ബാച്ച് എന്ന് പറയുന്നത് ആ ഒരു പെർ ബാച്ചിൽ 30 സ്റ്റുഡൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 30 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കുട്ടികളെ അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഓരോ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ വീക്കിലി അസസ്മെന്റ് ത്രൂ മെന്റേഴ്സിനും അവരുടെ വീക്ക് ഏരിയാസ് ഏതാണ്, സ്ട്രോങ് ഏരിയാസ് എന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റും. വീക്ക് ഏരിയാസ് ഉള്ളത് അവർക്ക് സ്ട്രോങ് ആക്കി കൊടുക്കാനുള്ള സ്പെഷ്യൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, അതായത് ഈ ഒരു ബാച്ച് ത്രൂ ഔട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോലിയിലേക്ക് എത്തിക്കുന്നത് വരെയും മെന്റേഴ്സ് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യവും എൻട്രി ഈ ഒരു ബാച്ച് ത്രൂ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നന്നായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനിയും നമുക്ക് ടൈം കളയാൻ ബാക്കി ഇല്ല. നമുക്ക് നന്നായിട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്തിനി ഒരു മെയ് ജൂൺ മാസങ്ങളിൽ വരുന്ന നമ്മുടെ NTPC 25-26 നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനിയും ഒരു വർഷം അടുത്ത വർഷം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കളയരുത്. നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മൾ ഒപ്പം തന്നെ ഉണ്ടാവും. ഫുൾ ക്ലാസ്സോടുകൂടി ഫുൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ബാച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്തേക്കാം. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. അപ്പം ഈ റിലേറ്റഡ് ആയിട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റിലെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോട്ടെ. അപ്പൊ എന്തിനും എൻട്രി സജ്ജമായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റോട് കൂടി വന്ന് ജോയിൻ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജോലിയിലേക്ക് കയറി പോവുക എന്നുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. പുതിയൊരു ടോപ്പിക് ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെയും താങ്ക് യു, ബൈ.